രാത്രി കുടിക്കാനുള്ള വെള്ളവും കൊണ്ട് റൂമിലേക്ക് വന്ന നിത കാണുന്നത് തുറന്നു കിടക്കുന്ന ജനാല വഴി പുറത്തേക്ക് നോക്കി നിൽക്കുന്ന സേതുവിനെയാണ്. അവർ കയ്യിലിരുന്ന ജഗ് ടേബിളിന്റെ പുറത്ത് വെച്ചുകൊണ്ട് അഴിഞ്ഞു കിടന്ന തലമുടി വാരിക്കെട്ടി അയാൾക്കടുത്തേക്ക് പോയി. സേതുട്ടാ, താൻ വന്നതൊന്നും അറിയാതെ എന്തോ ആലോചനയിലാണ്ടിരിക്കുന്ന അയാളെ കണ്ട് നിത അയാളുടെ തോളിൽ കൈവച്ചു വിളിച്ചു. ഒരു നിമിഷം അയാൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. എന്താ സേതുട്ടാ, ഇതെന്താ ആകെ വിയർത്തിരിക്കണേ? അയാളുടെ വിയർപ്പിൽ കുതിർന്ന മുഖം കണ്ട് അവർ ഒരാദിയോടെ ചോദിച്ചു. താൻ കുറച്ച് കുടിക്കാൻ വെള്ളം താ ആദ്യം. അവർ വേഗം പോയി ജഗ്ഗിൽ നിന്ന് അല്പം വെള്ളം ഗ്ലാസ്സിലേക്ക് പകർന്ന് അയാൾക്ക് അരികിൽ കൊണ്ട് വന്നു കൊടുത്തു. അയാൾ അത് ആർത്തിയോടെ വാങ്ങി കുടിച്ചു. എന്താ പറ്റിയേ? എന്തിനാ ഇങ്ങനെ പരവേശപ്പെടുന്നത്? ഭയക്കാതെ കാര്യം എന്താന്ന് വെച്ചാൽ പറയൂ. ശിവദ. അയാൾ പതർച്ചയോടെ അത് പറയുമ്പോൾ നിത സംശയത്തോടെ അയാളെ നോക്കി. അവൾക്കെന്താ? അശോകൻ അവളെ ഒഴിവാക്കാൻ നോക്കുക. ആഹാ, ഇതാണോ കാര്യം? അത് നല്ലതല്ലേ. എങ്ങോട്ടാന്ന് വെച്ചാൽ പോട്ടെ അവൾ. നിത ഒന്ന് ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു. അതല്ലടോ, അശോക് അവളെ ഒഴിവാക്കാൻ നോക്കുന്ന മാർഗം അയാളാണ്, യോഗീശ്വരൻ ആണ്. പതർച്ചയോടെ അയാളുടെ നാവിൽ നിന്ന് ആ പേര് ഉതിർന്നു വീഴുമ്പോൾ ഞെട്ടലോടെ നിതയുടെ കയ്യിലിരുന്ന ഗ്ലാസ് നിലത്തേക്ക് വീണുടഞ്ഞു. അവരുടെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചു വന്നു. സേതുട്ടൻ എന്താ തമാശ പറയാ? അവളെ എന്തിനാ അയാൾക്ക് കൊടുക്കണേ? അയാളെ ശരിക്കും അറിയാവുന്നതല്ലേ നിങ്ങൾക്ക്? വേണ്ട സേതുട്ട, ഇത് വേണ്ട. ഞാൻ സമ്മതിക്കില്ല. വെറുപ്പും ദേഷ്യവും ഒക്കെയാണെങ്കിൽ ഞാൻ പ്രസവിച്ച മകളാ അവൾ. അവളെ ഇല്ല, ഇതിന് ഞാൻ സമ്മതിക്കില്ല. അവർ ഭയം കൊണ്ട് വിറയ്ക്കുമ്പോൾ സേതുവും മറുപടിയില്ലാതെ നിന്നുപോയി. അശോകേട്ടനോട് പറയും അവളെ ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റാമെന്ന്. അല്ലാതെ ഈ ക്രൂരത വേണ്ട. താൻ ഇങ്ങനെ ടെൻഷനാകാതെടോ. ഞാൻ സംസാരിക്കാം അവനോട് ഒരിക്കൽ കൂടെ. അയാൾ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോൾ അവരിലെ ഭയം അടങ്ങുന്നുണ്ടായിരുന്നില്ല. കയ്യിലിരുന്ന ഫോണിൽ ആരോടോ കാര്യമായി സംസാരത്തിലാണ് അവൻ. അപ്പോഴാണ് അശോക് ആ റൂമിലേക്ക് കടന്നു വന്നത്. അയാളെ കണ്ടതും അവൻ എന്തോ പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. ആരായിരുന്നു ഫോണിൽ? എന്നെ കണ്ട ഉടനെ കട്ട് ചെയ്തല്ലോ. അയാൾ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഏയ്, ഒരു ഫ്രണ്ടാണ് അങ്കിൾ. അത്യാവശ്യ കാളൊന്നുമല്ല, അതാ കട്ട് ചെയ്തത്. അല്ല അങ്കിൾ, എന്താ ഈ രാത്രി? ആദി ബെഡിൽ നിന്ന് എഴുന്നേറ്റു. നാളെ നമുക്ക് ഒരിടം വരെ പോകാനുണ്ടാദി. തീർത്തും രഹസ്യമായി. എന്ന് വെച്ചാൽ മറ്റാരും അറിയരുത് എന്ന് സാരം. എവിടേക്ക്? അവൻ കണ്ണുകൾ ചുരുക്കി സംശയത്തോടെ ചോദിച്ചു. അഗസ്ത്യ വനത്തിലേക്ക്. അവിടെയോ? അതൊരു ഡേഞ്ചർ പ്ലേസ് അല്ലേ. നമ്മളെന്തിന് അവിടേക്ക് പോകണം? അവനുള്ളിലെ ഭയം ഒട്ടും മറച്ചു വയ്ക്കാതെ തന്നെ ചോദിച്ചു. യോഗീശ്വരനെ കാണാൻ. ഒരു വേള ആദിയുടെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. അങ്കിൾ എന്താ തമാശ പറയുക? അങ്കിളിനറിയോ അതാരാണെന്ന്? ഏയ്, ഞാനെങ്ങുമില്ല. എനിക്കിനി കുറച്ചു കാലം കൂടെ ജീവിക്കണം. അത് കേട്ട് അയാളൊന്ന് പുഞ്ചിരിച്ചു. നീ ധൈര്യമായി വാ ആദി. നിനക്കൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ഞാൻ ആദ്യമായല്ല അവിടേക്ക് പോകുന്നത്. അതുകൊണ്ട് നിനക്ക് പേടി ഏതും വേണ്ട. അങ്കിൾ, എങ്കിലും നമ്മൾ എന്തിനാ അവിടേക്ക് പോകുന്നത്? ആ കാട് കയറിയവർ ആരും ഇന്നേ വരെ തിരിച്ചു വന്ന ചരിത്രമില്ല. അതറിയോ? ആദി അല്പം ഭയത്തോടെ തന്നെ ചോദിച്ചു. എനിക്കെല്ലാം അറിയാം ആദി. പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ, നിനക്കൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാം. ഇത്രയും ദൂരം എനിക്ക് തനിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ആരുടെയും സഹായമില്ലാതെ തന്നെ ഞാൻ പോകുമായിരുന്നു. പുറത്തുനിന്ന് ഒരാളെ വിളിക്കാനും കഴിയില്ല. അങ്കിൾ, സത്യമായും പേടി കൊണ്ടാണ് ഞാൻ. എന്നാലും ഇത്രയും നിർബന്ധം പിടിക്കുന്നത് കൊണ്ട് മാത്രം അങ്കിളിൻ്റെ റിസ്കിൽ ഞാൻ വരാം. പക്ഷേ എന്തിന് നമ്മൾ അവിടേക്ക് പോകുന്നു എന്ന് എനിക്കറിയണം. അതിന് മറുപടി അറിയണം എന്നൊരു വാശി തന്നെയായിരുന്നു ആദിയുടെ മുഖത്ത്. നിനക്ക് ഓർമ്മയുണ്ടോ വർഷങ്ങൾക്ക് മുന്നേ യോഗീശ്വരൻ്റെ കുറച്ച് ആളുകൾ ഈ തറവാട്ടിലേക്ക് വന്നത്? ഇല്ല അങ്കിൾ, എനിക്ക് അതേക്കുറിച്ച് അറിവില്ല. ഉടനടി അവൻ്റെ മറുപടിയും വന്നു. എന്നാൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അന്ന് അവർ ഇവിടേക്ക് വന്നത് ഒരു ആവശ്യവുമായാണ്. ഈ വീട്ടിലുള്ള ഒരാളെ അവർക്ക് വേണമത്രേ. അന്ന് നിന്റെ മുത്തശ്ശൻ അവരെ ഇവിടെ നിന്ന് ആട്ടി ഇറക്കി വിട്ടതാണ്. എന്നാൽ നാളെ നമ്മൾ അവിടേക്ക് പോകും, ആ ആളെ അങ്ങോട്ട് വേണോ എന്ന് ചോദിക്കാൻ. വേണ്ടാന്നൊരിക്കലും യോഗീശ്വരൻ പറയില്ല. കാരണം അയാൾക്ക് ആ ആളെ വേണം. ആ ആളെ കിട്ടിയാലേ അയാളുടെ പല കർമ്മങ്ങളും പൂർത്തിയാകൂ. അശോക് വല്ലാത്തൊരു ഭാവത്തിൽ പറയുമ്പോൾ ആദി ഞെട്ടലോടെ അയാളെ നോക്കി. ആരെയാ അങ്കിൾ ഉദ്ദേശിക്കുന്നത്? ശിവദ. അയാളുടെ നാവിൽ നിന്ന് അവളുടെ പേര് വരുമ്പോൾ ആദി തരിച്ചു നിന്നു. സമയം രാത്രി 12 അടുക്കുമ്പോൾ തുറന്നു കിടന്ന ജനൽ വഴി കടന്നുപോയ നിഴൽ രൂപം കണ്ടാണ് ത്രിലോക് പെട്ടെന്ന് എഴുന്നേറ്റത്. അവൻ സംശയത്തോടെ ബെഡിൽ നിന്ന് ഇറങ്ങി വാതിലിൻ്റെ അടുത്തേക്ക് പോയി. ശേഷം വാതിൽ തുറന്ന് അവൻ പുറത്തേക്കിറങ്ങി. പുറത്തേക്കിറങ്ങിയ ത്രിലോക് ചുറ്റും ഒന്ന് നോക്കി. ബാൽക്കണിയിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന രൂപം കണ്ട് അവൻ അവിടേക്ക് നടന്നു. നീ ഉറങ്ങിയില്ലേ? ഗൗരി പെട്ടെന്ന് ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ശേഷം മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് ഒന്ന് പുഞ്ചിരിച്ചു.
എന്തോ ഉറക്കം വന്നില്ല. അതും പറഞ്ഞ് അവൾ വീണ്ടും പുറത്തേക്ക് കണ്ണുകൾ പായിച്ചു. അവൻ പോയി കാണും എന്ന് കരുതിയെങ്കിലും തൊട്ടടുത്തായി അറിഞ്ഞ അവൻ്റെ സാമീപ്യത്തിനൊപ്പം ബാൽക്കണിയിലിരുന്ന് തൻ്റെ കൈക്ക് മുകളിലായി അവൻ്റെ ഇടത് കൈ അമർന്നു. ഞെട്ടലേതും തോന്നിയില്ല. അവളിൽ ചെറു പുഞ്ചിരി മാത്രം. ഒന്നും മറക്കരുത് ഗൗരി, നിന്റെ വരവിൻ്റെ ലക്ഷ്യവും ചെയ്തു തീർക്കാനുള്ള കടമയും. ഒന്നും എന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല നന്ദേട്ടാ. എന്തിനും തയ്യാറായി തന്നെയാണ് ഞാൻ വന്നത്. ഇവിടെ നിന്ന് എനിക്കൊരു മടങ്ങിപ്പോകുണ്ടെങ്കിൽ അത് നിങ്ങളെയും കൊണ്ടായിരിക്കും. വല്ലാത്തൊരു ഉറപ്പോടെ അവൾ അതൊന്ന് പറഞ്ഞു നിർത്തുമ്പോൾ കേൾക്കുന്നത് പുറകിൽ നിന്നുള്ള അടക്കിപ്പിടിച്ച തേങ്ങലാണ്. അവർ ഇരുവരും ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കുമ്പോൾ വായിൽ കൈ അമർത്തി കരയുന്ന ശിവയെയാണ്. ഗൗരി പ്രതീക്ഷിക്കാതെ അവളെ അവിടെ കണ്ട് തരിച്ചു നിൽക്കുമ്പോൾ ത്രിലോകിൽ വേർതിരിച്ചറിയാൻ കഴിയാത്ത ഭാവമായിരുന്നു. ശിവ! ശിവ കരഞ്ഞുകൊണ്ട് താഴേക്ക് ഓടിയിറങ്ങുമ്പോൾ ത്രിലോക് അവൾക്ക് പിന്നാലെ അല്പം വേഗത്തിൽ ഓടിയിറങ്ങി. റൂമിലേക്ക് വന്ന ശിവ അകത്തേക്ക് കയറി വാതിൽ അകത്തു നിന്ന് കുറ്റിയിടാൻ ഒരുങ്ങിയതും ത്രിലോക് അത് തള്ളി തുറന്ന് അകത്തേക്ക് കയറി. ശിവ ഒരു നിമിഷം പിന്നിലേക്ക് വേച്ചു വീഴാൻ ഒരുങ്ങുമ്പോൾ ത്രിലോക് അവളെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചു. എന്നെ ചതിക്കുകയാണല്ലേ? എന്നോട് വെറുപ്പ് മാത്രമാണെന്ന് അന്ന് പറഞ്ഞതൊക്കെ സത്യമായിരുന്നുല്ലേ? വിതുമ്പി കരഞ്ഞുകൊണ്ട് അവൾ ചോദിക്കുമ്പോൾ അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ട പെണ്ണിൻ്റെ വേദനയായിരുന്നു ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നത്. ആരും എന്താ എന്നെ മനസ്സിലാക്കാത്തത്? നിക്ക് സ്നേഹിക്കാനും സ്നേഹം അനുഭവിക്കാനുമുള്ള യോഗ്യതയില്ലേ? പറയ് ഇല്ലേന്ന്. നിങ്ങളെ മാത്രമല്ലേ ഞാൻ ആഗ്രഹിച്ചോളൂ. അത് അത്ര ഇഷ്ടമായതുകൊണ്ടാണ്. നിങ്ങളെ നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എന്നെ ഒന്ന് മനസ്സിലാക്കി കൂടെ? അവൾ കരഞ്ഞുകൊണ്ട് അവന് നേരെ കൈകൂപ്പുമ്പോൾ ത്രിലോക് കണ്ണുകൾ ചലിപ്പിക്കാതെ അവളെ തന്നെ നോക്കി നിന്നു. എന്നോട് ഇഷ്ടം തോന്നാൻ ഞാൻ എന്താ നന്ദേട്ടാ ചെയ്യേണ്ടത്? എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. നിനക്ക് നന്ദേട്ടനില്ലാതെ പറ്റില്ല. ശിവ പ്ലീസ്, ആദ്യം നീ ഒന്ന് നിർത്ത്. നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ എനിക്ക് നിന്നോട് പ്രണയമില്ലെന്ന്. പിന്നെ എന്തിനാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവൻ ദേഷ്യത്തോടെ അവളോട് ചൂടാകുമ്പോൾ ശിവ വിറച്ചുകൊണ്ട് അവനിൽ നിന്ന് അകന്നു മാറി. എന്നാൽ അരനിമിഷം കൊണ്ട് അവളിൽ എങ്ങു നിന്നോ കലി വന്ന് നിറഞ്ഞു. പിന്നെ എന്തിനാ നിങ്ങൾ എന്നോട് ഇങ്ങനെ അടുക്കാൻ ശ്രമിക്കുന്നത്? സ്നേഹമല്ലെങ്കിൽ പിന്നെന്താ, കാമമാണോ? ഡി! ശിവ അത് പറഞ്ഞു തരുന്ന മുന്നേ ത്രിലോകിൻ്റെ കൈ അവൾക്ക് നേരെ ഉയർന്നിരുന്നു. ശിവ ഞെട്ടലോടെ കണ്ണുകൾ മുറുകെ അടയ്ക്കുമ്പോൾ തന്നെ മറ്റാരുടെയോ കൈകൾ അവനെ തടഞ്ഞു നിർത്തിയിരുന്നു. നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാത്തതിനാൽ കണ്ണുകൾ തുറന്നു നോക്കിയ ശിവ കണ്ടത് ത്രിലോകിൻ്റെ കൈ ബലമായി പിടിച്ചു താഴ്ത്തുന്ന ഗൗരിയാണ്. വേണ്ട നന്ദേട്ടാ, അവൾ കുഞ്ഞല്ലേ, അവൾക്ക് അറിയില്ല ഒന്നും. ഗൗരി ഇരുവശത്തേക്കും തല ചലിപ്പിച്ചുകൊണ്ട് അരുത് എന്ന് പറയുമ്പോൾ ത്രിലോക് അവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് തിരിഞ്ഞു നിന്നു. മോളെ! ഗൗരി ശിവയ്ക്ക് അരികിലായി വന്ന് മെല്ലെ അവളെ വിളിക്കുമ്പോൾ മറുപടിയായി ചുവന്നു കലങ്ങിയ കണ്ണുകളാൽ ഒരു നോട്ടമായിരുന്നു ശിവ. തെറ്റ് ചെയ്തു ഞാൻ. നിങ്ങൾക്കിടയിലേക്ക് വലിഞ്ഞു കയറി വരരുതായിരുന്നു. ഉള്ളിലെന്നോ കയറിക്കൂടിയ ഇയാൾ എന്ന ഭ്രാന്തിനെ വളരാൻ അനുവദിക്കരുതായിരുന്നു. എൻ്റെ സ്വാർത്ഥത നിറഞ്ഞ ബാലിശമായ ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം തകർക്കാൻ പാടില്ലായിരുന്നു. ഇതെല്ലാം എൻ്റെ തെറ്റാ. ശിവ ആരോടൊന്നില്ലാതെ സ്വയം പുലമ്പുമ്പോൾ ആ വേള തന്നെ ത്രിലോക് അവളെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചു ചേർത്തു. അവൾ ദേഷ്യത്തോടെ അവനെ പുറകിലേക്ക് തള്ളിമാറ്റാൻ ശ്രമിച്ചു. തുടരുത് എന്നെ. ഇഷ്ടമില്ലാത്ത ആരും എന്നെ തുടരുത്. നിങ്ങൾക്ക് വെറുപ്പല്ലേ എന്നോട്? ഒരവകാശവും ഇല്ല നിങ്ങൾക്ക് ഇനി എന്നിൽ. എന്തൊക്കെ പറഞ്ഞാലും നീ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ് ശിവ, അത് മറക്കരുത്. അടുത്തുള്ള ശുഭമുഹൂർത്തത്തിൽ തന്നെ ഈ തറവാട്ടിലുള്ള എല്ലാവരെയും സാക്ഷിയാക്കി, നിന്റെ യക്ഷിയമ്മയെ സാക്ഷിയാക്കി ഞാൻ നിന്റെ കഴുത്തിൽ ഒരിക്കൽ കൂടെ അതേ താലി അണിയിക്കും. അതോടെ നിന്റെ പ്രണയം നിനക്ക് സ്വന്തമാകും. എന്താ, അതുപോരെ നിനക്ക്? ത്രിലോകിൻ്റെ വാക്കുകൾ കേൾക്കെ ശിവ ഞെട്ടലോടെ നോക്കിയത് ഗൗരിയാണ്. എന്നാൽ ആ മുഖം തീർത്തും ശാന്തമായിരുന്നു. അത് കാണെ അവളുടെ കണ്ണുകൾ സംശയത്താൽ ചുളിഞ്ഞു. നിന്നോട് ഒരിക്കൽ പറഞ്ഞതാ എനിക്ക് വീണ്ടും പറയാനുള്ളൂ ശിവ. ഇപ്പോഴുള്ള എൻ്റെ ഉള്ളിലെ പ്രണയത്തിൻ്റെ രൂപം മാറ്റി അവിടെ നിന്നെ പ്രതിഷ്ഠിക്കേണ്ടത് നീയാണ്. അതിന് നിന്നെ കൊണ്ട് കഴിയണം. ഇല്ലെങ്കിൽ തോൽക്കുന്നത് ഞാനല്ല, നിന്റെ പ്രണയമാണ്. പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഈ ജന്മം ത്രിലോകനാഥ് ഗൗരിക്കുള്ളതല്ല, ശിവതയ്ക്കുള്ളതാണ്. ശിവതയുടെ ഭ്രാന്തമായ പ്രണയത്തിനുള്ളത്. ത്രിലോകിന് വാക്കൊന്നേ ഉള്ളൂ. ആരൊക്കെ എതിര് നിന്നാലും നീ എനിക്കുള്ളതാ. അവളുടെ കലങ്ങിയ മിഴികളിൽ തൻ്റെ ചുവപ്പ് രാശി പടർന്ന മിഴികൾ ഉറപ്പിച്ചുകൊണ്ട് അവൻ മൊഴിയുമ്പോൾ ആ വാക്കുകൾക്ക് പോലും അതീവ കട്ടിയായിരുന്നു. ത്രിലോക് അവളെ പുറകിലേക്ക് മാറ്റിക്കൊണ്ട് പുറത്തേക്ക് പായുമ്പോൾ ശിവ ഞെട്ടലോടെ നിന്നുപോയി. ത്രിലോകിന് പുറകെ ഗൗരിയും ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ശിവ തനിക്ക് ചുറ്റും എന്താ നടക്കുന്നത് എന്നുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു. വീശി അടിക്കുന്ന കാറ്റിൽ വൻമരങ്ങളും തൈമരങ്ങളും ആടി ഉലഞ്ഞു. എങ്ങു നിന്നോ കേൾക്കുന്ന ചെന്നായ്ക്കളുടെ ശബ്ദത്തിൽ അവളുടെ കുഞ്ഞുടൽ ആകെ വിറച്ചു. ഇടിയും മിന്നലും മഴയുടെ പ്രകമ്പനം അറിയിക്കുമ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി
അവൾ എങ്ങോട്ടെന്നറിയാതെ ഓടി. ഉള്ളിലേക്ക് പ്രവേശിക്കും തോറും ഇരുട്ടിന്റെ കണം കൂടിക്കൊണ്ടിരുന്നു. ചീവീടിന്റെയും പലതരം മൃഗങ്ങളുടെയും ശബ്ദം അതികഠിനമായി ഉയരുമ്പോൾ അവളുടെ ചെന്നിയിൽ നിന്ന് കഴുത്തിൽ നിന്ന് വിയർപ്പ് കണങ്ങൾ പരന്നൊഴുകി. ഓടുന്നതിനനുസരിച്ച് അവളുടെ കാൽപാദങ്ങൾ പതിയുന്ന ഇടത്തെ കരിയിലകൾ ഞെരിഞ്ഞമർന്ന ഒച്ചയും ഉയരുന്നുണ്ടായിരുന്നു. കാറ്റിന്റെ ശക്തി കൂടി ഇടിയൊച്ച മുഴങ്ങി. അവൾ ഭയന്ന് വിറച്ചു. പെട്ടെന്നാണ് എവിടെ നിന്നോ മണിയൊച്ച അവളുടെ കാതിൽ മുഴങ്ങിയത്. ഒരു നിമിഷം അവളുടെ കാലുകൾ നിശ്ചലമായി. ഉറക്കത്തിൽ നിന്ന് അവളൊരു ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. ഭയത്താൽ ആ ശരീരം അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. വിയർപ്പിനാൽ മുഖവും കഴുത്തും ആകെ കുതിർന്നുപോയി. ശക്തമായി മിടിക്കുന്ന അവളുടെ ഹൃദയമിടിപ്പ് ശാന്തമാകുന്നതുവരെ അവൾ തന്റെ കണ്ണുകൾ മുറുകെ അടച്ച് ഇരുന്നു. തുറന്നു കിടക്കുന്ന ജനൽ വഴി അകത്തേക്ക് വീശിയടിച്ച കാറ്റിൽ അവളുടെ കുറുനിരകൾ മുന്നിലേക്ക് തെന്നി നീങ്ങി. ശിവ മെല്ലെ കണ്ണുകൾ തുറന്നു ചുറ്റും നോക്കി. ഈശ്വരാ, എന്ത് സ്വപ്നമാണ് ഞാനീ കണ്ടത്? ആകെ ഭയമാവണെന്റെ ഋഷിയമ്മേ. അവൾ ഉമിനീറിറക്കിക്കൊണ്ട് ഒരു കൈയാലെ മുഖം അമർത്തി തുടച്ചു അവൾ. പെട്ടെന്നാണ് തനിക്കരികിലായി കിടക്കുന്നവനിലേക്ക് ശിവയുടെ കണ്ണുകൾ പാറി വീണത്. ഒരു വേള ത്രിലോകനെ കണ്ട് അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. എന്നാൽ അനുനിമിഷം കൊണ്ട് ആ പ്രകാശം കെടുകയും ചെയ്തു. എന്നോട് ഇഷ്ടമില്ല, പിന്നെ എന്തിനാ എന്റെ അടുത്ത് വന്ന് കിടക്കണേ? അവൾ ചുണ്ടു കോർപ്പിച്ചുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കിക്കിടന്നു. ശാന്തമായി ഉറങ്ങുകയാണ് അവൻ. മുഖത്തെ സ്വതവേയുള്ള ഗൗരവം മാറാതെ ആ നിമിഷവും അവന്റെ മുഖത്തുണ്ട്. കാറ്റിനകത്ത് അവന്റെ മുടിയിഴകൾ മെല്ലെ ഉലയുന്നുണ്ട്. അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോൾ എന്തോ ഒരു ഉൾപ്രേരണയിൽ അവളുടെ കൈ അവന് നേരെ ഉയർന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ അവന്റെ തലേ ദിവസത്തെ വാക്ക് ഓർക്കവേ അവളുടെ മുഖം മാറി. വേഗം അവൾ കൈ തിരിച്ചെടുക്കാൻ ശ്രമിക്കും മുന്നേ ത്രിലോകിന്റെ പിടി അവളിൽ വീണിരുന്നു. അവൾ ഞെട്ടലോടെ പിന്നിലേക്ക് നീങ്ങും മുന്നേ അവൻ ആ കയ്യിൽ പിടിച്ചു വലിച്ചു അവളെ അവനിലേക്ക് ചേർത്തു. ത്രിലോകിന്റെ നെഞ്ചിലായി വന്നു വീഴുമ്പോൾ അവളുടെ മുൻഭാഗം അവന്റെ നെഞ്ചിലായി അമർന്നുപോയി. ഒരു വേള ശിവ ഒന്ന് വിറച്ചു.